കണ്ണപുരം പഞ്ചായത്തിലെ അയ്യോത്ത് വയലിൽ എത്തിയാൽ ഏക്കർ കണക്കിന് നെൽപ്പാടം വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാം. കർഷകന്റെ അധ്വാനത്തിന്റെ ഫലം ഇവിടെ നെൽക്കതിരുകളായി സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുകയാണ്. ഒരു സ്വർണ്ണക്കടല് പോലെ നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന അയ്യോത്ത് വയൽ. കാർഷിക സംസ്കാരത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ഈ വയലിന്റെ ദൃശ്യഭംഗി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഗൃഹാതുരത ഉണർത്തുന്ന നാട്ടിൻപുറത്തെ കാഴ്ചകളാൽ സമ്പന്നമാണ് കണ്ണപുരത്തെ അയ്യോത്ത് ഗ്രാമം. വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയ കൃഷിയുടെ പാരമ്പര്യം ഇപ്പോഴും ഇവിടുത്തെ കർഷകർ തുടർന്നു കൊണ്ടുപോകുന്നു. വയലേലകൾക്ക് നടുവിലൂടെയുള്ള റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് എല്ലാ ടെൻഷനും മറന്ന ഈ ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് നീങ്ങാം. കർഷകരുടെയും തൊഴിലാളികളുടെയും അധ്വാനത്തിന്റെ കഥയാണ് പൊന്നിൻ നിറമുള്ള ഈ നെൽക്കതിരുകൾ പറയുന്നത്. കൊയ്ത്തിന് മുൻപുള്ള ഈ കാഴ്ചയാണ് ഏവരുടെയും കണ്ണിലുടക്കുക. കാലാവസ്ഥാ വ്യതിയാനം, വളം വിലയുടെ വർധന, തൊഴിലാളിക്ഷാമം തുടങ്ങിയ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്താണ് കർഷകർ ഇവിടെ കൃഷി ഇറക്കുന്നത്. അതുപോലെ തന്നെ കുമ്മായം അങ്ങനെയുള്ള സഹായങ്ങളൊന്നും കിട്ടുക, വേറെ സഹായങ്ങളൊന്നും അങ്ങനെ കിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ടാകുമ്പം ഈ ഇതിനു മുമ്പെല്ലാം കൊടുത്തിരുന്നു ഒഴിവുകൂലി എന്നുള്ള മന്ത്. ഇപ്പോഴൊന്നും അത് കിട്ടുന്നില്ല. അതൊരു 2-3 മാസം ആകുമ്പോഴത്തേക്ക് അത് പറിച്ചെടുക്കും. വേറെ പ്രത്യേകിച്ച് ഒറ്റ വിളയെ എടുക്കുള്ളൂ, രണ്ടാം വിള ഇവിടെ കഴിയില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉൾപ്പെടെ എത്തിച്ചായിരുന്നു ഇക്കുറിയുടെ നെൽകൃഷി ഇറക്കിയത്. കാർഷിക മേഖലയ്ക്ക് തീർച്ചയായും മാതൃകയാണ് അയ്യോത്തെ ഈ നെൽപ്പാടം. ഇവിടുത്തെ കൃഷിരീതിയും കർഷകരുടെ മുന്നേറ്റവുമെല്ലാം കാർഷിക മേഖലയ്ക്ക് തീർച്ചയായും മാതൃകയാവുകയാണ്. മലയാളിക്ക് ഉണ്ണണമെങ്കിൽ ഇന്ന് ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. അയ്യോത്ത് വയലിന് സമാനമായി മറ്റ് പ്രദേശങ്ങളിലും കൃഷി വ്യാപിപ്പിക്കുകയാണെങ്കിൽ വിഷം കലരാത്ത അന്നം നമുക്ക് കഴിക്കാനാവും. ഇത്തരമൊരു കാർഷിക സംസ്കാരത്തെയാണ് നാം ചേർത്ത് നിർത്തേണ്ടത്. നികേഷ് താപത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.